കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. മാഡത്തിന് ജാമ്യം കിട്ടി, വലിയ കാര്യം. ഒന്നാമത് അവരുടെ ഒരു ഏജ് കൺസിഡർ ചെയ്യും. രണ്ടാമത് ആളെ ഊരിക്കൊണ്ടുവരാൻ പോയ ആളൂരാണ് വക്കീൽ. കൊള്ളാടാ, ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നമ്മൾ നിയമം പഠിക്കുമ്പോൾ തന്നെ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഭരണഘടനയാണ്. ഭരണഘടനയിലെ നിയമവശങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ന ഭരണഘടനയിലെ ഇത്രാമത് വാള്യത്തിലെ ഇത്രാമത് പേജിലെ ഇത്രാമത്തെ നമ്പർ കൊണ്ടാണ് ഇന്നത് എന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കും. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ മൂല്യബോധങ്ങളിൽ ഒന്നാണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ എത്തിക്സ് പാടില്ല എന്ന് വക്കീലന്മാർക്കുണ്ടോ? അതുകൊണ്ടാണോ ഈ എത്തിക്സിനെ വിരുദ്ധമായിട്ട് തന്നെ എപ്പോഴും ആളൂരാൻ നിൽക്കുന്നതെന്നൊരു സംശയമുണ്ട്. തീർത്തും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റും മോശപ്പെട്ട ഒരു പ്രാതിനിധ്യവും ഈ ആളൂര് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും പെണ്ണുപിള്ളയ്ക്ക് ജാമ്യം കിട്ടിയത് നന്നായി. ആ സ്ത്രീ അർഹിക്കുന്ന ജാമ്യമൊന്നും അല്ല, 2 കൊടുക്കണം. ഇത്തരക്കാരെ ജയിലിൽ ഇടുകയും അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ എന്താണ് പ്രയോജനം എന്നറിയാം. ഇനി ഒരാൾ ഇതുപോലെ കളറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വർണ്ണ ലിംഗ അടിസ്ഥാനങ്ങളിലുള്ള അധിക്ഷേപങ്ങൾ കുറയ്ക്കും. ഇതിപ്പോൾ കാശുണ്ടെങ്കിൽ ഇറങ്ങി വരാമെന്ന് തെളിയിക്കുകയാണ് ഈ ഒരു വിഷയം കൊണ്ട് ചെയ്തത്. ഇതിനെതിരെ തീർച്ചയായിട്ടും ഈ ആളൂരിനെ പിടിച്ചകത്തിടാനുള്ള വകുപ്പാണ് ചെയ്യേണ്ടത്. ഇത്രയധികം സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടിയ മറ്റൊരു സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടം. അധിക്ഷേപ പരാമർശത്തിൽ നർത്തകിയും അധ്യാപികയുമായ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. സത്യം ഒരിക്കൽ ബോധ്യപ്പെടുമെന്നും ആരെയും അവഹേളിച്ചിട്ടില്ല എന്നുമാണ് സത്യഭാമ പ്രതികരിച്ചത്. 7 ദിവസത്തിനുള്ളിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സത്യഭാമ ഇന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായത്. സത്യഭാമയുടെ ജാമ്യത്തെ RV രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു. സംഭവശേഷവും സമാന പ്രതികരണം സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കറുപ്പും വെളുപ്പും ജാതിയും മതവും തിരിക്കുന്ന സാമൂഹിക സെപ്പറേഷൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്ത്രീക്ക് ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു വിധി, ഒരു കീഴ്വഴക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയാനുള്ളത്. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതി സ്ത്രീയാണെന്നതും പ്രായവും പരിഗണിക്കണമെന്നും സത്യഭാമയ്ക്കായി ഹാജരായ അഡ്വക്കേറ്റ് PA ആളൂരും വാദിച്ചു. കുറെ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുവെന്നും അവർ പറഞ്ഞത് ജനറലായിരുന്ന ഒരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC/ST വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. അഭിമുഖമെടുത്തത് 2ഉം 3ഉം പ്രതികളായതിനാൽ സത്യഭാമ തെളിവ് നശിപ്പിക്കാൻ വഴിയില്ലെന്ന വാദം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത്. ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തൊഴിലിന്റെ ഭാഗമായി പറഞ്ഞതാണെന്നും സത്യഭാമ. പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. അതേപോലെ തന്നെ എന്റെ വക്കീലിനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞിട്ടില്ല. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ RLB രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചത്. 24 തിരുവനന്തപുരം. ഈ സ്ത്രീയെ ഇപ്പോൾ വെറുതെ വിട്ടത് കൊണ്ടുള്ള ലാഭം എന്താണെന്നറിയാമോ? ആക്ച്വലി ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വീണ്ടും ഇതുപോലെയൊക്കെ പറയാനുള്ള ഒരു പ്രചോദനം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടുണ്ടാകുന്ന ആകെ ഒരു ബെനിഫിറ്റ്. അതിനപ്പുറം ഒന്നുമില്ല. ഇത്തരക്കാരെ സത്യത്തിൽ ശരിക്കും ഈ ആളൂരിപ്പോൾ ഇത് വാദിച്ചിരിക്കുന്ന വിധം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു, അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്നാ പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്. ഈ കൂത്തച്ചികളാണ് സാധാരണ ഈ ആട്ടക്കാരികളെല്ലാം തന്നെ. അപ്പോൾ ഇത് ഞാൻ രണ്ടും പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഭരതനാട്യം നമ്മളെ കുട്ടികളെയും പഠിപ്പിക്കാറുണ്ട്. കുട്ടികളെ ആട്ടക്കാരിയാക്കാനാ കൂത്തച്ചികളാക്കാനാ എന്ന് നിങ്ങൾ ചോദിക്കത്തില്ലേ? സത്യത്തിൽ ഇത് അങ്ങനെയാണ്, അങ്ങനെ ഒരു കല തന്നെയാണ്. പണ്ട് രാജാക്കന്മാരെയും അങ്ങനെയുള്ള സദസ്സുകളിലൊക്കെ ആളുകളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്ന ഒരു കൂത്ത് തന്നെയാണ് ഈ കൂത്തച്ചികൾ എന്നുള്ള രീതി ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ വൾഗാരിറ്റി ഇപ്പം നമ്മൾ പറഞ്ഞാൽ അത് ശരിയാവുമോ? ഒരിക്കലുമില്ല. അത് തർക്കിക്കേണ്ട കാര്യമാണ്. അങ്ങനെ പറയാനേ പാടില്ല, അല്ലേ? നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടു കൂടി ആനന്ദ നൃത്തമാടുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഇനിയിപ്പോൾ നൃത്തം എന്ന രീതിയിലേക്ക് വരണം. പക്ഷേ ഇത് സത്യത്തിൽ പണ്ട് ചരിത്രങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കൂത്തരങ്ങ്, കൂത്തച്ചി എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലാണ് അവരുടെ ഒരു കൺസെപ്റ്റും ഐഡിയയും. അവരുടെ ഉദ്ദേശം ഭംഗിയുള്ള അംഗവടിവൊത്ത അംഗലാവണ്യമുള്ളവർ ചെയ്യണമെന്നാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ്. വാസ്തവത്തിൽ അതൊന്നുമല്ല.
ഇതൊക്കെ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഉള്ള ഇതൊന്നും പഠിക്കാത്ത ഒരാൾക്കുണ്ടാകുന്ന ബോഡി ഷേപ്പൊന്നും അല്ല ഈ ഇത് പഠിച്ചവർക്കുണ്ടാവുക. അത് ഗ്രാജ്വലി ആയി വരുന്നതാണ്. മെയ് വഴക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ സ്ട്രക്ചർ മാറി ആ രീതിയിലേക്ക് വരുന്നത്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വെളുത്ത് തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ വെളുത്തവർ മാത്രം കളിച്ചാൽ മതി, മേക്കപ്പ് ഇടണ്ടല്ലോ. കറുത്തവരാണെങ്കിലും മേക്കപ്പ് ഇടേണ്ടി വരും. ആര് തന്നെ കളിച്ചാലും അതിൽ മേക്കപ്പ് ഇട്ടാണ് അവരത് ചെയ്യുക. അപ്പോൾ മേക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥ ഫേസോ അതോ ഒന്നും അല്ല അവിടെ വരിക. മൊത്തത്തിൽ നമ്മളെ ഒന്ന് കവറപ്പ് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. പ്രസൻറ്റേഷനാണ് വാല്യൂ. ഇപ്പം ഒരു ടീച്ചർ എന്ന നിലയിൽ ഇവരിത് പറഞ്ഞത് തെറ്റല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന വക്കീലിന് ചുണയുണ്ടെങ്കിൽ ഈ ആളൂരിനെ പൊട്ടിച്ച് കൈ കൊടുക്കാൻ പറ്റും. പക്ഷെ സാധിക്കത്തില്ല. കാരണം ആരും ഇതിന് വലിയ സീരിയസ്നെസ് ഒന്നും കൊടുക്കാൻ ചാൻസ് കുറവാണ്. ഇത് വലിയ ഇതായിട്ട് എടുത്ത് പറയാനും ഇല്ല. പിന്നെ SC/ST കാറ്റഗറി വരുമെന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. പക്ഷെ കറുപ്പ് എന്ന രീതിയിൽ പറയുമ്പോൾ അത് SC/ST മാത്രമല്ലല്ലോ. കളർ ഇത് പറയുന്നത് എല്ലാ വിഭാഗങ്ങളിലും ആ കളറിലുള്ളവരുണ്ട്. അതൊരു വളരെ ഭീകരമായ തെറ്റാണ്. അത് ഇവർക്ക് മാത്രമല്ല, ഈ പട്ടികജാതി വിഭാഗക്കാർക്ക് മാത്രമല്ല ഫീൽ ചെയ്യുക. കറുപ്പ് കളറുള്ളവർക്കൊക്കെ അത് വിഷമം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. കറുപ്പ് വെളുപ്പ് തരംതിരിവുകൾ ഇതൊക്കെ ഭയങ്കര ക്രൈമാണ്. ലോകരാജ്യങ്ങളിൽ തന്നെ ഇത് വലിയ ക്രൈമായിട്ട് എടുത്തിട്ടുണ്ട്. എത്രയോ സാങ്കേതികമായ ഉന്നതങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വൾഗാരിറ്റിക്കെതിരെ ശക്തമായ നിയമമുള്ളിടത്ത് ഇന്ത്യയിൽ ഇതിനെ ഒരിക്കലും അങ്ങനെ മെൻഷൻ പോലും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് ശക്തമായി അതിനകത്ത് ഉറച്ചു നിന്ന ഈ സ്ത്രീയെ ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കരമായ ഉണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണിത്. കാത്തിരുന്ന് കാണാം എന്നതിനപ്പുറം ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആളൂർ വാദിക്കാൻ ഉദ്ദേശിക്കുന്ന ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അവർ വെറുതെ പറഞ്ഞതാണ്. അതൊരു വലിയ കാര്യമാണ്. ഇനിയിപ്പോൾ പറ്റില്ലെങ്കിൽ അവർക്ക് തലയ്ക്ക് സുഖമില്ല എന്നുള്ളൊരു മഞ്ഞക്കാർഡും കൂടെ കൊണ്ടുവന്ന് കാണിക്കും. അത്ര തന്നെ. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരെ സേവ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുന്ന ഇയാളെയാണ് സത്യത്തിൽ നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടത്. ഒന്നാമത്തെ കാര്യം, ഗോവിന്ദചാമി ലെവലിലുള്ള ഒരുത്തനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സേവ് ചെയ്ത ഇയാളുടെ മകൾ അങ്ങനെ വിട്ടുകൊടുക്കും എന്നുള്ള ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത്. സെയിം തിങ് തന്നെയാണ്. അയാളുടെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇതുപോലൊരു അവസ്ഥ വന്നതെങ്കിൽ ഇയാൾ മിണ്ടാതിരിക്കും. കളർ പറഞ്ഞൊക്കെ ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് അത്രയും വൃത്തികെട്ട രീതി തന്നെയാണ്. അതാരെയാണ് ഉദ്ദേശിച്ചത് കൃത്യം. പിന്നെ തെളിവുകളുടെ അഭാവത്തിൽ വിട്ട് കളയാനാണ് ചാൻസ്. അത് തന്നെയാണ് ഇപ്പോൾ അമീർ ഇസ്ലാം ജിഷ വധക്കേസിലൊക്കെ നടന്നത്. തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നിരപരാധിയാണെങ്കിൽ പോലും കോടതി ശിക്ഷിക്കും. കോടതിയിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ളത് തെളിവുകൾ തന്നെയാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് എന്തായാലും ശിക്ഷ കിട്ടാൻ ചാൻസ് ഇല്ല. പക്ഷേ ഈ രീതിയിലൊരു ജാമ്യം കൊടുക്കാതെ ഒരു 4 ദിവസമെങ്കിലും അവരെ പണിഷ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. കാരണം ഇനി ഫ്യൂച്ചറിൽ അവർക്ക് ഇതിനകത്ത് ഈ കേസ് തള്ളിപ്പോകും. ഒരു പക്ഷേ മാപ്പ് പറയുകയോ ഒരു ഫൈൻ അടയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നം കഴിയും. അറ്റ്ലീസ്റ്റ് ഒരു 4 ദിവസമെങ്കിലും അവരെ പിടിച്ച് ജയിലിലിട്ട് അങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കൊടുക്കേണ്ടിയിരുന്നു. ജഡ്ജ് അത് വല്ലാണ്ടങ്ങ് ഇതാക്കി കളഞ്ഞതിൽ വളരെ നിരാശയുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന നിയമത്തിനെയാണ്, കോടതികളെയാണ്. നമ്മളുടെ ട്രസ്റ്റ്, നമ്മളുടെ പ്രതീക്ഷ ഒക്കെ അവിടെ തന്നെയാണ്. അവിടെ നിന്ന് പോലും ഇങ്ങനെയൊരു നിരാശാജനകമായ വിധിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒന്നും പറയാനില്ല, അനുഭവിക്കുക തന്നെ. ഇപ്പോഴും ജാതിയുടെ അടിസ്ഥാനത്തിലും വർണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ വിവേചനം ഉള്ളിക്കൊണ്ട് നടക്കുന്നവരെല്ലാം കൂടെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി ആഹാരം കൊടുക്കാതെ ഒരു 10 ദിവസം ഇട്ടേക്കണം. അപ്പോൾ ഈ വർണ്ണവും വ്യവസ്ഥയും ജാതിയും ഒക്കെ മറക്കും. അത്രയേ ഉള്ളൂ. ഇതൊക്കെ പണ്ട് നാരായണ ഗുരു മുന്നേനെ കണ്ടിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. അതായത് ഊട്ടുപുര ഉണ്ടാക്കുകയും ഊട്ടുപുരയിൽ ഫുഡ് ഉണ്ടാക്കാൻ പാചകക്കാരായിട്ട് പല സമുദായത്തിലുള്ളവരെയും അതിൽ താഴ്ന്ന ആൾക്കാരെയൊക്കെ നിയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർ വന്നാൽ മാത്രമേ ഈ ഒരു വ്യത്യാസങ്ങൾ മാറുകയുള്ളൂ. നമ്മൾക്ക് ജാതിയോടോ മതത്തിനോടോ അല്ല വെറുപ്പ്, അവരുടെ ഈ ആറ്റിറ്റ്യൂഡിനോടാണ്. അത് തീർച്ചയായിട്ടും ഖണ്ഡിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എതിർക്കപ്പെടേണ്ട സമയത്ത് എതിർക്കപ്പെടുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ഇതുപോലുള്ള അവസരങ്ങൾ, ഇതുപോലുള്ള വിഷമങ്ങൾ അനുഭവിക്കേണ്ട നമ്മളുടെ അനന്തരാവകാശികളായിരിക്കും എന്നുള്ളതാണ്. ഐ നോ ഇറ്റ്സ് എ സീരിയസ് സബ്ജക്റ്റ്. ഇത്ര ലൈറ്റായി പറഞ്ഞത് ദേഷ്യം കൊണ്ടാണ്. വീണ്ടും കാണാം. താങ്ക് യു.